നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പ്രശ്നമാവുമല്ലോ അമ്മേ, അകത്തേക്ക് കയറുമോ അവര്? നീ പേടിക്കണ്ട, വേണ്ടത് ഞാൻ ചെയ്തോളാം. നീ എന്താ ഇവിടെ? ഞാൻ മാഡത്തെ കാണാൻ വന്നതാ. അതിന് ബെഡ്റൂമിലാണോ വരണ്ടേ? പ്രത്യേകിച്ച് ഋതികയുടെ. അതെനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആ ഫയലിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. ആരോ അത് അലമാരിൽ നിന്നെടുത്ത് നിലത്തേക്ക് എറിഞ്ഞു. അതാരാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് വേണം തെളിവ് സഹിതം അയാളെ എനിക്ക് സാറിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താൻ. എന്തിനാ അതിനൊക്കെ ശ്രമിക്കുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു, ഇനിയെങ്കിലും സൂക്ഷിക്കാൻ നോക്ക്. അതെ, അത് തന്നെയാ ചെയ്യാൻ പോകുന്ന. സൂക്ഷിക്കും, നല്ലോണം സൂക്ഷിക്കും. എന്താടാ? അല്ല, അവനാ ഫയൽ എങ്ങനെ നഷ്ടപ്പെടുന്ന അന്വേഷിക്കാൻ പോകുന്നു. ചുമ്മാ പേടിപ്പിക്കാനാ. മോനെ ദീപക്കേ, അവനെ അത്ര നിസാരക്കാരനായി കാണണ്ട. സംസ്ഥാന രാഷ്ട്രീയത്തിലെ ശക്തന്മാരിൽ ഒരാളായ വിദ്യാഭ്യാസ മന്ത്രി പ്രതാപവർമ്മയുടെ ഏറ്റവും വിശ്വസ്തനാ ഇപ്പൊ ഇവിടുന്ന് പോയ രാജു. സാധാരണക്കാരനായ ഒരുത്തൻ അങ്ങനെ ഒരു പദവിയിൽ എത്തണമെങ്കിൽ അത് വെറുതെ ആയിരിക്കില്ലെന്നറിയാലോ. അത്ര പെട്ടെന്നൊന്നും അവനെ ഇവിടുന്ന് പറിച്ചെറിയാനാവില്ല. അതിന് ബുദ്ധി പ്രയോഗിക്കണം, തന്ത്രവും. സ്വന്തം കുടുംബം, അതാണ് രാജുവിന്റെ ലോകം. അവിടെ കയറി കളിക്കണം. സ്വന്തം വീട്ടുകാരെ അപമാനിക്കപ്പെട്ട ആത്മാഭിമാനമുള്ള ഏത് മകൻ അത് കണ്ട് സഹിക്കാൻ പറ്റും? നീ കണ്ടോ, അവൻ ഈ വീട്ടിൽ നിന്ന് സ്വയം ഇറങ്ങിപ്പോകും. അതിനുള്ള പണി ഒപ്പിക്കാൻ നിന്റെ അമ്മയ്ക്കറിയാം. സോറി മാഡം. രാജു, സോറി മാഡം, സോറി. അല്ല മാഡം, ഒരുക്കങ്ങളുടെ തിരക്കിലാണോ? പിന്നല്ലാതെ. എന്റെ അമ്മായിയുടെ മോളുടെ കല്യാണമല്ലേ, ഞാൻ വേണ്ടല്ലോ നോക്ക്. താനെന്താ പേപ്പറിൽ സിനിമയും കണ്ടോണ്ട് നടക്കുക? എന്നെയാണല്ലോ മാഡം എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത്. ഏർപ്പാട് ചെയ്തിരുന്നൊക്കെ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കായിരുന്നു. ശരി ശരി, ഞാൻ കാരണം പരിശോധന മുടങ്ങണ്ട. ഋതികെ, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? ജയിക്കോ? പിന്നെ ജയിക്കാതെ? അല്ല, നീ പഠിത്തത്തിൽ മോശമാണെന്ന് അമ്മായി പറയുന്നുണ്ടായിരുന്നു. അവരുടെ മോളെ മോശം, ഞാനല്ല. ചെല്. രാജു, നോട്ട്സ് മാറിപ്പോയി. ഈ മോതിരം പുതിയതാ? അതെ. ലക്ഷണം കണ്ടിട്ട് ആരോ തന്നതാണെന്ന് തോന്നുന്നു, ഗിഫ്റ്റ് ആയിട്ട്. ഗിഫ്റ്റോ? എനിക്കോ? സ്വർണ്ണ മോതിരം തരാൻ മാത്രം പാങ്ങുള്ള ഫ്രണ്ട്സ് ഒന്നും എനിക്കില്ല മാഡം. ഇത് അച്ഛൻ വാങ്ങി തന്നതാ, ഏതോ ജോൾസിന്റെ ഉപദേശം. എന്താണ് മകന് ജാതകത്തിൽ പ്രശ്നം? എങ്ങനെ അറിയാം? ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. കർമ്മം നന്നായി ചെയ്യ, ആരെയും ചതിക്കാതിരിക്കുക, നല്ലത് വിചാരിക്കുക, നല്ലത് വരും. അത് ശരിയാ. കണ്ടോ അമ്മേ കൊഞ്ചിക്കുഴയുന്നത്?
ആളുകൾ കാണുന്നുള്ള വിചാരം പോലും ഇല്ല. അമ്മ ഇതൊന്നും കാണുന്നില്ലേ? എല്ലാം കാണുന്നുണ്ട്. എനിക്കെന്റെ കാലും കൈയും തരിച്ചു വരിക. കല്യാണ മണ്ഡപമായിപ്പോയി. അല്ലെങ്കിൽ എന്തെങ്കിലും പറയായിരുന്നു. പക്ഷെ നീ വിഷമിക്കണ്ട. എന്റെ കയ്യിലൊരു പ്ലാനുണ്ട്. ആർക്കെതിരെയാണോ അത് നടപ്പിലാക്കേണ്ടത് അവരിപ്പോ ഇവിടെ വരും. അല്ല, എന്താ അമ്മ ചെയ്യാൻ പോകുന്നത്? കല്യാണ കത്തില്ലാത്ത ആരെയും അകത്തേക്ക് കയറ്റി വിടണ്ടെന്ന് ഞാൻ സെക്യൂരിറ്റിയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ മോൻ എന്തെങ്കിലും ഒരു വിധത്തിൽ അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലേ പലിശയും കൂട്ടുപലിശയും ചേർത്ത് ഇന്ന് നമ്മളത് തിരിച്ചു കൊടുക്കും. രാജു മഹാനാണല്ലോ. അവന്റെ വീട്ടുകാരെ അപമാനിക്കപ്പെടാൻ പോകുന്നത് നീ കൺകുളിർക്കെ കണ്ടോ? എങ്ങോട്ടാ? കല്യാണത്തിന്. കുറിയെവിടെ? കുറിയോ? അതെ, ക്ഷണക്കത്ത്. ക്ഷണക്കത്തില്ലാത്ത ആരെയും അകത്തേക്ക് കയറ്റിവിടാൻ പറ്റില്ല. ഞങ്ങൾക്ക് ക്ഷണക്കത്ത് വേണ്ട. ഞങ്ങൾ ഈ കുടുംബമായിട്ട് അത്രയ്ക്ക് എളുപ്പമുള്ളവരാ. അതൊന്നും പറഞ്ഞാൻ പറ്റില്ല. ക്ഷണക്കത്ത് വേണം, അല്ലാതെ അകത്തേക്ക് കയറി പോകാൻ പറ്റില്ല. എന്ന് പറഞ്ഞ എങ്ങനെയാ? നിങ്ങൾ വാ. ഏയ്, ആ എങ്ങനെയുണ്ട്? കാലക്ക്. ആ താനെന്തിനാ പിടിച്ചു തള്ളിയത്? ഞാനാരാണെന്ന് തനിക്കറിയില്ല. രാജു എന്റെ മോനാ. അവൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ PA. എന്നെ തള്ളിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി അറിഞ്ഞ തന്റെ പണിയൂ. എന്റെ പൊന്നിയേട്ടാ, എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അകത്ത് നിന്നുള്ള നിർദ്ദേശമാ. എനിക്കതല്ലേ അനുസരിക്കാൻ പറ്റൂ. ശരി തന്നെ. താനേ അകത്തുള്ളവർ പറയുന്നത് മാത്രം അനുസരിച്ചാ മതി. പക്ഷേ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ? അകത്ത് ചെന്ന് രാജുവിന്റെ അച്ഛനമ്മയും വന്നിട്ടുണ്ടെന്ന് ഒന്ന് ചെന്ന് പറയോ? ദയവ് ചെയ്ത് അതൊന്ന് ചെന്ന് പറയ്. ശരി. പ്രശ്നമാവുമല്ലോ അമ്മേ. അകത്തേക്ക് കയറുമോ അവര്? നീ പേടിക്കണ്ട. വേണ്ടത് ഞാൻ ചെയ്തോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.